ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പോലെ ഒരു ഗതികെട്ട സാഹചര്യം CPM അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി അതിന്റെ ചരിത്രത്തിൽ നേരിട്ടിട്ടുണ്ടാവില്ല. മന്ത്രിമാർ പോലും മത്സരിക്കാനില്ല എന്ന് പറയുന്ന ഒരു കാലമായിട്ട് മാറിയിരിക്കുക. അതുപോലെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, അതിന്റെ പേരിൽ കോടതിയിൽ നിന്ന് ദിനംതോറും അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. ഇതുവരെ ഹൈക്കോടതിയായിരുന്നു, ഇപ്പതാ സുപ്രീം കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠം. അവരെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? സഖാവെ, നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ. അങ്ങനെയാ കോടതി ചോദിച്ചത്. ശബരിമലയിൽ വൻതോതിൽ ക്രമക്കേട് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ സുപ്രീം കോടതി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ദൈവത്തെ പോലും വിടാതെ അവിടെ എന്താണ് സഖാക്കള് കാട്ടിക്കൂട്ടിയത് എന്നുള്ളത്. CPM വേണമെങ്കിൽ ഞങ്ങൾക്ക് ദൈവമോ വിശ്വാസമോ ഒന്നുമില്ലെന്ന് പറയാം. ഏത് ദൈവം, എന്ത് ദൈവം എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇത് ശബരിമലയിലെ സ്വർണം കവർന്ന കേസാ. അയ്യപ്പന്റെ സ്വർണമാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന അയ്യപ്പ ഭഗവാന്റെ സ്വർണമാണ് സഖാക്കൾ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അതേപ്പറ്റിയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസ്, അദ്ദേഹത്തിനെതിരായിട്ട് ഹൈക്കോടതിയിൽ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് നീക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ചെന്നപ്പോഴാണ് ഈ മറുപടി വാങ്ങിച്ചു കിട്ടിയത്. ഇനിയിപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോയിരിക്കുക. മുൻകൂർ ജാമ്യം കിട്ടുമോ? അതോ രണ്ട് മുൻ പ്രസിഡന്റുമാരെ പോലെ, ഒരു മുൻ ദേവസ്വം ബോർഡ് അംഗത്തെ പോലെ ഇദ്ദേഹവും അഴിക്കുള്ളിലാവുമോ? ദൈവം തമ്പുരാന് മാത്രമേ ഇപ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റുകയുള്ളൂ. ഒരു 3 മാസത്തിനകം ഇവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പ്. അതിനുമുമ്പ് സെമി ഫൈനൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്ന ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്നു. അത് വലിയ തിരിച്ചടിയാണ് CPM-നും അവരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിക്കും ഉണ്ടായത്. ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഒരു 3-ാം ഊഴത്തിന് വേണ്ടി പിണറായി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. അധികാരമില്ലാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഇന്ന് CPM-ന്റെ നേതാക്കൾക്കും CPM-നും ഉണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ. അതിന് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ചാ വിഷയമാകാതെ നോക്കണം. ഇപ്പോൾ ആ അന്വേഷണം CBI ഏറ്റെടുക്കുമോ, CBIക്ക് വിട്ടുകൊടുക്കുമോ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ചൊരു കേസ് വന്നിരിക്കുക. ഇപ്പൊ CPM-ന്റെയും സർക്കാരിന്റെ ഏക ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ CBI അന്വേഷണം ഇതിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്നുള്ളതാണ്. CBI അന്വേഷിക്കാൻ വരരുത്, അത് SIT അന്വേഷിച്ചോളും, കേരള പോലീസിന് സംഘം അന്വേഷിച്ചോളും. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണല്ലോ അന്വേഷണം നടക്കുന്നത്. പിന്നെ എന്തിനാണ് CBIയുടെ അന്വേഷണം? അതിന് ചില ന്യായങ്ങള് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോഴീ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന H. വെങ്കടേഷ്, അദ്ദേഹം പണ്ട് CBIയിൽ ഉണ്ടായിരുന്നുവെന്നും അക്കാലത്ത് അദ്ദേഹം ധാരാളം കേസുകൾ തെളിയിച്ചിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ കോടതിയിൽ പറയാൻ പോകുന്നതെന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരിക്കുന്നത്. ശരിയായിരിക്കാം, അദ്ദേഹം CBIയിൽ ഉണ്ടായിരുന്നിരിക്കാം, അദ്ദേഹം നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കാം, സത്യസന്ധനാണെന്നാണ് അദ്ദേഹത്തെ പറ്റി പൊതുവെ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു പാത്രത്തിൽ ഉപ്പ് കലക്കി വെച്ചിട്ട് അത് ഉപ്പുമാങ്ങയാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വെങ്കടേഷിന്റെ CBI പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CBI അന്വേഷണം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് SIT പറയുന്നത്. ഗവൺമെന്റും അത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ തൊണ്ടി മുതൽ പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പത്തിലേത് അല്ലെങ്കിൽ കട്ടിളപ്പാളികളിന്മേല്, അതിന് മുകളിലുള്ള ചില പാളികളിന്മേലുണ്ടായിരുന്ന സ്വർണം, ഇതൊക്കെ എവിടെ പോയി, എവിടെ ഉരുക്കി, ആരുരുക്കി, എന്നിട്ട് ഇതിന്റെ ലാഭം ആരാണ് എടുത്തത്? അതോ പാളികളായിട്ട് തന്നെ ഇത് വിദേശത്തേക്ക് കടത്തിയോ? ഈ വക സംശയങ്ങൾ ഇപ്പോഴും നിൽക്കുക. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നത്. ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ട് സർക്കാർ പറയുന്നത് CBI വേണ്ട എന്നാ. കാരണം CBI വന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. ഒരുപക്ഷെ സർക്കാർ ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ കവർച്ചയുമായിട്ട് ഏതൊക്കെ തരത്തിൽ ബന്ധമുണ്ട് എന്നത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ അത് പുറത്തേക്ക് വരരുത്. CBI വന്നാൽ വരും. അതിനാണ് CBI അന്വേഷണത്തെ തടുക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ തിരിച്ചടിയാണ് LDF-നും CPM-നും ഉണ്ടായത്. അതിനെ തുടർന്നാണ് ചില മന്ത്രിമാർ പോലും മത്സരിക്കാനില്ല എന്ന് പറയുന്നത്. നമ്മുടെ ശിവൻകുട്ടി മന്ത്രി, വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള മന്ത്രി, പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരാളാ. വലിയതുറ പാലത്തിന്റെ അറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് താഴോട്ട് ചാടിക്കോ ശിവൻകുട്ടി എന്ന് പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാളാ. അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഞാൻ നിയമത്ത് മത്സരിക്കാനില്ലെന്ന്. അവിടെ ഇപ്പോഴ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖര് മപ്പടിച്ച് നിൽക്കുക, മത്സരിക്കാൻ വേണ്ടി രംഗത്തേക്ക് എടുത്തു ചാടാൻ നിൽക്കുക. അവിടെ O. രാജഗോപാൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട്, അവിടെ CPM തോറ്റിട്ടുണ്ട്. ആ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞിരിക്കുക. പിന്നീട് അദ്ദേഹം തിരുത്തി കേട്ടോ, പെട്ടെന്ന് കൺഫ്യൂഷനായി പോയെന്നാണ് പറഞ്ഞത്. ശിവൻകുട്ടി സാറിന് പെട്ടെന്ന് കൺഫ്യൂഷനായി പോയെന്ന്.
അതുകൊണ്ട് പറഞ്ഞു പോയതാണെന്ന്. ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രിമാർക്ക് പോലും അവരവരുടെ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ധൈര്യമില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത്. പല വഴികൾ നോക്കി കോൺഗ്രസിനെ UDF ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഈ സ്വർണ്ണക്കവർച്ച കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നിച്ചു നിൽക്കുന്ന ഒരു പടം ഒന്ന് ഇറക്കി നോക്കി, ഒരു കാപ്സ്യൂൾ പോലെ ഇറക്കിയതാ. പക്ഷെ അതങ്ങ് ചീറ്റിപ്പോയി. കാരണം ഉടനെ വരുന്ന മറ്റൊരു ചിത്രം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു ആംബുലൻസിന്റെ താക്കോല് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വാങ്ങിക്കുന്ന ചിത്രം. അതിനകത്ത് P ശശിയുണ്ട്, രവതാ ചന്ദ്രശേഖർ DGP ഉണ്ട്, ഇവരൊക്കെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം. എന്താ പിണറായി നേരത്തെ ചോദിച്ചത്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതെന്ന്. ഇപ്പൊ പുതിയ ചോദ്യം വരുന്നു, എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത താക്കോല്, ആംബുലൻസിന്റെ താക്കോല് നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റുവാങ്ങിയതെന്ന്. ഏറ്റവും അവസാനത്തെ ഒരു കളി VD സതീശനെ കൊടുക്കാനായിരുന്നു. പുനർജനി എന്ന് പറയുന്ന ഒരു പദ്ധതി, പറവൂർ നിയോജക മണ്ഡലത്തിലെ പ്രളയത്തില് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്ത ഒരു സംഭവമാണ്. 220 വീടുകളോളം വെച്ചു കൊടുത്തു. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ ആവശ്യത്തിന് വേണ്ടി ബ്രിട്ടനിൽ നിന്ന് പണം പിരിച്ചുവെന്നും ആ പണം പിരിച്ചത് വിദേശ നാണ്യ നിയമ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കിയതാ. കഴിഞ്ഞ ഫെബ്രുവരിയില് വിജിലൻസിന്റെ ഒരു ശുപാർശ ഉണ്ടായിരുന്നു. ആദ്യം വിജിലൻസ് ഒന്ന് അന്വേഷിച്ചിട്ട് ഈ കേസിൽ ഒരു കാര്യവുമില്ല, ഒരു തെളിവുമില്ല, VD സതീശനെതിരെ കേസെടുക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞതാ. പക്ഷെ വീണ്ടും അന്വേഷിച്ചപ്പോൾ അന്ന് ആ അന്വേഷണം നടത്തിയ DIG പറഞ്ഞു, എനിക്ക് VD സതീശനെതിരായിട്ട് തെളിവുകളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല, വേണമെങ്കിൽ അത് CBIക്ക് വിടാം, അവരന്വേഷിക്കട്ടെ എന്ന് അത്രയും പറഞ്ഞതാ. അതിനുശേഷം വീണ്ടും വിജിലൻസ് അന്വേഷിച്ചു, സമ്മർദ്ദം ഉണ്ടായപ്പോൾ മനോജ് എബ്രഹാമിന്റെ സമയത്ത് അന്വേഷിച്ചു. ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ സെപ്റ്റംബർ 19 സമർപ്പിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടില് VD സതീശനെതിരെ യാതൊരു തെളിവുകളുമില്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഒരു വകുപ്പുമില്ല എന്ന് വിജിലൻസിലെ IG റിപ്പോർട്ട് കൊടുത്തിരിക്കുക. അതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പൊ ഫെബ്രുവരിയിൽ എങ്ങാണ്ട് കൊടുത്ത ഒരു റിപ്പോർട്ട്, ഒരു ശുപാർശ, അതും പൊക്കി പിടിച്ചോണ്ട് വന്നതാ, പൊടി പിടിച്ച് കിടന്നതാ സെക്രട്ടേറിയറ്റില്. അതും കൊണ്ടുവന്നു VD സതീശനെ എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടാൻ വേണ്ടി. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ ലക്ഷ്യ എന്ന് പറയുന്ന നേതൃയോഗം നടക്കുകയായിരുന്നു. അവിടെ വെച്ച് ഇതങ്ങ് പൊട്ടിച്ചാല് കോൺഗ്രസിനുള്ളിൽ വലിയ കരക്കം ഉണ്ടാകുന്നൊക്കെയാണ് പലരും കരുതിയത്. ഒന്നും നടന്നില്ല, അതങ്ങ് പോയി. അത് മാത്രമല്ല, ഇത്തരം കേസുകൾ CBI ഏറ്റെടുത്ത് അന്വേഷിക്കണമെങ്കിൽ അത് സംബന്ധിച്ച് ഒരു കേസ് കേരളത്തിൽ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. സംസ്ഥാനത്ത് ഫയൽ ചെയ്ത ഒരു കേസ് മാത്രമേ പിന്നീട് CBI അന്വേഷണത്തെ ഏറ്റെടുക്കുകയുള്ളൂ. VD സതീശൻ ഈ പുനർജനിയുടെ കാര്യത്തിൽ അതൊരു മൃതസഞ്ജീവനി പോലെ കരുതിയതാണ് CPM LDF. അക്കാര്യത്തിൽ ഒരു കേസ് പോലും കേരളത്തിൽ ചാർജ് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് CBI അന്വേഷിക്കുന്നത്? അങ്ങനെ ഓരോരോ ശ്രമങ്ങൾ, ഓരോരോ വഴികൾ അന്വേഷിക്കുക, ആ വഴിയൊക്കെ അങ്ങ് അടഞ്ഞു പോവുക, അവിടെ ഒരു രക്ഷയുമില്ല. ഇത്തരം ഒരു സാഹചര്യത്തില് മന്ത്രിമാരൊക്കെ എങ്ങനെയാണ് ധൈര്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക? ഈ പുനർജനി കേസിൽ VD സതീശനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിന് എതിരായിരുന്നു ഗവൺമെന്റിന് ലഭിച്ച നിയമോപദേശം. വിജിലൻസും പറഞ്ഞു ഇതുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞതാ. അത് മാത്രമല്ല, കേന്ദ്ര ഏജൻസിയായ ED ഈ കേസിൽ നടത്തിക്കൊണ്ടിരുന്ന അന്വേഷണവും എങ്ങും എത്താതെ അവസാനിക്കാനുണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM ഏർപ്പെടുത്തിയിരുന്ന ചില മാനദണ്ഡങ്ങൾ ഇപ്പൊ അത് വലിയൊരു കുരിശായിരിക്കുകയാണ്. അതായത് 2 തവണ തുടർച്ചയായി മത്സരിച്ച ആളുകൾക്ക് ഇനി സീറ്റ് കൊടുക്കില്ല, 75 വയസ്സ് കഴിഞ്ഞവർക്ക് സീറ്റ് കൊടുക്കില്ല. ഈ വ്യവസ്ഥകളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM നടപ്പാക്കിയതാ. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശയമായിരുന്നു. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ചിലരൊക്കെ മത്സരിക്കാതിരിക്കാൻ വേണ്ടി, അവരൊക്കെ 2 ടേം കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ 75 വയസ്സ് പൂർത്തിയായവരായിരിക്കും, അവരെയൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തണം. മുഖ്യമന്ത്രിക്ക് അതിൽ നിന്നൊരു ഇളവുണ്ട് കേട്ടോ, അദ്ദേഹത്തിന് മത്സരിക്കാം, മുഖ്യമന്ത്രിക്ക് എന്തും ചെയ്യാം. അതാണല്ലോ ഇപ്പോഴത്തെ രീതി. അപ്പോ ഈ മാനദണ്ഡങ്ങൾ അദ്ദേഹം കൊണ്ട് വളരെ ഫലപ്രദമായിട്ട് നടപ്പാക്കിയതാ. പക്ഷെ ഇത്തവണയുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങളുമായിട്ട് പോയാല് കച്ചി തൊടില്ല എന്ന് പാർട്ടിക്ക് മനസ്സിലായിരിക്കുക. ആ മാനദണ്ഡങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുക. 2 ടേം തുടർച്ചയായിട്ട് മത്സരിച്ചവർ ഒഴിവാകണം, അത് മാറ്റാൻ ആലോചിക്കുക. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ നമ്മുടെ തോമസ് ഐസക്കും G സുധാകരനും ബാലനും ഒക്കെ സ്ഥാനാർത്ഥികളെ അത്ഭുതപ്പെടേണ്ട. കാരണം ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ വേണമല്ലോ. അവരെ ചിലപ്പോ പിണറായി വിജയൻ തിരിച്ചു കൊണ്ടുവരും. കാരണം ഇനി ആരെയും ഒഴിവാക്കലില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം, 3ാമത് മുഖ്യമന്ത്രി ആവണം, ആ കസേരയിൽ ഒന്നുകൂടി അമർന്നിരിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഈ മാനദണ്ഡങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ തോട്ടിലെറിയും. ഇപ്പൊ ഏറ്റവും അവസാനം കേൾക്കുന്നത് VS അച്യുതാനന്ദന്റെ മകൻ അരുണിനെ സ്ഥാനാർത്ഥിയാക്കുന്ന ആ മനുഷ്യനോട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും ചെയ്ത പാതകങ്ങള് ഇപ്പൊ ഓർത്താൻ സങ്കടം തോന്നും. അദ്ദേഹത്തെ ശംഖുമുഖത്തെ വേദിയിലിരുത്തി പരിഹസിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സമ്മേളന വേദിയിൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരെ എല്ലാം ചിതറിച്ചു കളഞ്ഞു, VSനെ ഒതുക്കിക്കളഞ്ഞു, VSനെ നിരായുധനാക്കി, VSനെ പാർട്ടിയിൽ ഒന്നുമല്ലാതാക്കി നമ്മുടെ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇപ്പോ VSന്റെ ഓർമ്മകൾ ഉപയോഗിച്ച് 4 വോട്ട് വാങ്ങാൻ
അരുണിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നടക്കുകയാ. ഈ പാർട്ടി ഇപ്പൊ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നൊന്ന് ആലോചിച്ചാൽ മതി. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഇതുപോലെ ഗതികെട്ട സാഹചര്യത്തിൽ CPM-ഓ ഇടതുപക്ഷ മുന്നണിയോ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടില്ല എന്ന്. ഇപ്പൊ ഈ പഴയ മാനദണ്ഡങ്ങൾ മാറ്റുന്നത് ഉള്ള മാനം പോകാതിരിക്കാനാ, കൂടുതൽ ദണ്ണം ഏൽക്കാതിരിക്കാനാ. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ മാറ്റിമറിക്കാമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്.